ഹായ് എവരിബഡി. അയ്യപ്പൻമുടിയിലേക്ക് ഒരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കോതമംഗലത്തുള്ള. അയ്യപ്പൻമുടിയിലേക്ക് വരുന്ന എല്ലാവരും നമ്മുടെ മേരി ചേച്ചിയെ കാണാൻ മറക്കരുത്. മേരി ചേച്ചി ഒരു ഗ്രാമീണ സ്ത്രീയാണ്. സ്വന്തമായി എഴുതിയ കവിതകളും അതുപോലെ നാടൻ പാട്ടുകളും ചെറുകഥകളും എല്ലാം സ്വന്തമായിട്ട് എഴുതി അവിടെ വരുന്ന സന്ദർശകർക്ക് ചൊല്ലിക്കേൽപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരും അവിടെ വരുന്നവർ മേരി ചേച്ചിയെ അന്വേഷിച്ച് തൊട്ട് ആ മലയടിവാരത്തിൻ്റെ ഏറ്റവും താഴത്ത് താമസിക്കുന്നത്, സ്വന്തമായിട്ടുള്ള വീടൊക്കെ വെച്ച് അവിടെ താമസിക്കുന്ന പാറ ഇതിലാണ് താമസിക്കുന്നത്. അപ്പം മേരി ചേച്ചി എന്തായാലും കാണണം. ഈ ഞാൻ ഇതിനു മുമ്പ് പല മേരി ചേച്ചിയെക്കുറിച്ച് പല കവിതകളുടെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിൽ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് മേരി ചേച്ചിയുടെ നാടൻ പാട്ടുകളാണ്. മേരി ചേച്ചിയുടെ നാടൻ പാട്ടുകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കേൾക്കാം. ഓക്കെ. മേരി ചേച്ചി നാടൻ പാട്ടുകളെയൊക്കെ എഴുതാറുണ്ടല്ലോ, കവിതകളല്ലാതെ ചെറുകഥകളും അല്ലാതെ നാടൻ പാട്ടുകൾ എഴുതാറുണ്ടെന്നും കേട്ടിട്ടുണ്ടല്ലോ. അത് എങ്ങനെയാണ്? ചെറുതായിട്ട് ഇങ്ങനെ മനസ്സിൽ ജീവിതാനുഭവം വെച്ച് ഇപ്പോഴുള്ള കാരണന്മാരുടെ ഒരവസ്ഥയെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. അതല്ലേ, അതൊന്ന് ചൊല്ലി കേൾപ്പിക്കാമോ? ചെറുപ്പം മുതൽ പണിയെടുത്ത് കിട്ടിയ കാശിന് കുടുംബം പോറ്റി, ഇത്തിരി പോലും മിച്ചം പിടിച്ചില്ല ജീവിക്കുവാൻ, ഒരിത്തിരി പോലും മിച്ചം പിടിച്ചില്ല ജീവിക്കുവാൻ, ജീവിതമൊന്നും മെച്ചപ്പെടുത്തുവാൻ ഓലപ്പുരയൊന്നും മാറ്റി പണിയുവാൻ ഒട്ടേറെ കഷ്ടപ്പെട്ടതാണ് മെച്ചപ്പെടാൻ. മാതാപിതാക്കൾ രോഗികളായാൽ ഏറ്റു നടക്കാൻ വയ്യാതെ വന്നാൽ ഊന്നുവടി മാത്രമാണിപ്പോൾ ആശ്രയമേ. ആഗ്രഹമുള്ളത് തിന്നു കുടിക്കാൻ ആശ്രയമറ്റ ജനകോടികൾക്ക് സർക്കാരിന്റെ ആശ്രയ പദ്ധതി ആശ്രയമേ. നാഴികരിയൊന്നു വെച്ച് കുടിക്കുവാൻ, ഉടുതുണിയൊന്നു കഴുകി ഉടുക്കുവാൻ ഊന്നുവടി മാത്രമാണിപ്പോൾ ആശ്രയമേ. മരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കുടിക്കുവാൻ മക്കളെ പോറ്റി വളർത്തിയതാണ്. വിധിയില്ല കഞ്ഞി കടവായിലൂടെ. ചെറുപ്പം മുതൽ പണിയെടുത്ത് കിട്ടിയ കാശിന് കുടുംബം പോറ്റി, ഇത്തിരി പോലും മിച്ചം പിടിച്ചില്ല ജീവിക്കുവാൻ, ഒരിത്തിരി പോലും മിച്ചം പിടിച്ചില്ല ജീവിക്കുവാൻ. ആഹാ, അതിമനോഹരമായ നാടൻ പാട്ടുകള്. ഇതെല്ലാം സ്വന്തമായിട്ട് എഴുതുന്നത് തന്നെയാണല്ലേ മേരി ചേച്ചി? അത് ശരി. ഇതിനൊക്കെ എപ്പോഴാ സമയം കിട്ടാറുള്ള? വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലോ അതോ മനസ്സിൽ തോന്നുമ്പോ അപ്പൊ അങ്ങ് എഴുതിയിടും അല്ലേ? അത് ശരി. ഞാനിങ്ങനെ രാത്രി കിടക്കുമ്പോഴായാലും സ്വപ്നം കാണും, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ അതേപ്പറ്റി ചിന്തിക്കും. പിന്നെ ഇങ്ങനെ മനസ്സിൽ തോന്നണൊക്കെ ഇങ്ങനെ എഴുതും, കുറേശ്ശെ ഇങ്ങനെ എഴുതി ഇങ്ങനെ. അപ്പൊ നമുക്ക് വരികളായിട്ട് തോന്നുന്നതൊക്കെ അപ്പൊ കടലാസിലേക്ക് ആക്കി അപ്പൊ ഇടുവാണ് ചെയ്യാറുള്ളത്? മനസ്സിൽ തോന്നുമ്പോ അപ്പൊ ഒരു 4 വരി മനസ്സിൽ കിട്ടുകയാണെങ്കിൽ അത് കുറിച്ചിടും. അത് പിന്നെ അതേ ബുക്കിലേക്ക് അത് എടുത്തു വെച്ചേക്കും. അത് പിന്നെ കിട്ടുമ്പോൾ പിന്നെ അതൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതും. അപ്പൊ ഇത്രയും നാളെ ഇപ്പൊ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, ഒത്തിരി ഉണ്ടാവുമല്ലോ എഴുതി വെച്ചിട്ടുള്ളത്. അതല്ലേ, നമുക്ക് ഇതെല്ലാം കൂടി ഒരു പുസ്തകമാക്കി പബ്ലിഷ് ചെയ്താൽ നല്ലതല്ലേ? അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലേ? അതിനെക്കുറിച്ച് ഒന്നാമത് എനിക്ക് വിദ്യാഭ്യാസം ഇല്ല. ഞാൻ 5 ക്ലാസ് പഠിച്ചോളൂ. വിദ്യാഭ്യാസം ഒന്നും ഒരു ഘടകമല്ല. നമുക്ക് വളരെ വിദ്യാഭ്യാസം ഉള്ളവരെക്കാട്ടിലും എത്രയോ മഹത്തരമായ സാഹിത്യ സംഭാവനയാണ് മേരി ചേച്ചി നടത്തുന്നത്. ഇതൊക്കെ പൊതുജനങ്ങൾ അറിയേണ്ടതല്ലേ? ശരിക്കും സമൂഹം മുഴുവൻ ഇത് അറിയേണ്ടതാണ്. അപ്പൊ നമുക്കൊരു പുസ്തകമാക്കി പബ്ലിഷ് ചെയ്താൽ കൊള്ളാമില്ലേ? അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് സാധിക്കാൻ ഇടയാവട്ടെ. ഒട്ടിന്റെ കാലമടുത്തൊരു കാലത്ത് 2-3 ആള് വന്നേ, ഒട്ടിന്റെ കാലമടുത്തൊരു കാലത്ത് 2-3 ആള് വന്നേ. അയ്യപ്പന്റെ പാറ കയറിയിട്ട് ഇറങ്ങി വരുന്നൊരു നേരത്തെ, അയ്യപ്പന്റെ പാറയിൽ കയറി ഇറങ്ങി വരുന്നൊരു നേരത്തെ, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു പരിചയപ്പെട്ടൊരു നേരത്തെ, രുചിക്കൂട്ടെന്നു പറയുന്നൊരാളുകളാണേ വന്നുപോയേ, രുചിക്കൂട്ടെന്നു പറഞ്ഞാൽ ടാപ്പിൽ കൂട്ടുന്ന തൊട്ടുകറി, ഞണ്ടുകറി മണ്ടുകറി പിന്നെ കക്കയിറച്ചി പച്ചക്കൊഞ്ചേ, മട്ടനും ചിക്കനും പിന്നെ നെട്ടറും കേരയും വേറെ കറി, ഓട്ടിന്റെ കാലത്ത്
ഒട്ടിന്റെ കാലത്ത് കാലമടുത്തൊരു കാലത്ത് 2-3 ആള് വന്നേ. ഒട്ടിന്റെ കാലമടുത്തൊരു കാലത്ത് 2-3 ആള് വന്നേ. എന്തെങ്കിലും എനിക്കൊന്നും അറിയാൻ പാടില്ല. നല്ലവരായുള്ള മനുഷ്യരിങ്ങനെ കയറി വരുമ്പോ അറിഞ്ഞ് കേട്ട് എന്നെ അത് പ്രോത്സാഹിപ്പിക്കുക. വരുന്നവരുടെ പ്രോത്സാഹനാണ് എന്റെ. അതെ 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 തീർച്ചയായിട്ടും. ഇതേപോലുള്ള ഒരു സാഹിത്യാഭിരുചിയും കലാവാസനയും ഉള്ള മേരി ചേച്ചിയെ പോലുള്ള ആളുകളെ ജനങ്ങൾ അറിയേണ്ടതാണ്. ഞാൻ ചെറുപ്പം മുതൽ ഞങ്ങൾ 11 മക്കളാണ് എന്റെ വീട്ടില്. ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ച് പഠിക്കാനൊന്നും സാധിക്കാതെ വന്നു. ഇപ്പൊ രണ്ടാമത് എന്നെ കല്യാണം കഴിച്ചിട്ടാണെങ്കിലും ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു. ഈ പാറയില് സർക്കാരിന്റെ പാറയിൽ വെച്ച് കെട്ടി കപ്പകോലും കൊണ്ടാണ് ഞങ്ങൾ ആദ്യം വെച്ച് കെട്ടിക്കിടന്നത്. ആ അനുഭവം വെച്ചാണ് ഞാൻ ചെറുപ്പം മുതൽ പണിയെടുത്തെന്നുള്ള ഇത്. അപ്പൊ ഭർത്താവിന് 2007 ചിക്കൻ ഗുനി വന്നപ്പോഴാണ് ഞാൻ ഈ പാട്ട് എഴുതിയത്. അപ്പൊ ചിക്കൻ ഗുനി വന്ന് നട്ടല് വളഞ്ഞു പോയി. ഒരു പണിയെടുക്കാൻ പാടില്ല. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. എനിക്കൊരു മകനുണ്ടായിരുന്നു, പുറപ്പെട്ടു പോയി. അപ്പൊ പിന്നെ ഇങ്ങനെ ജീവിതം തള്ളി നീക്കിക്കൊണ്ട് പോണു. ഒരു വരുമാനമില്ല. അല്ല, തീർച്ചയായിട്ടും മേരി ചേച്ചിയെ പോലുള്ള ആളുകളെ ജനങ്ങൾ അറിയുകയും നമുക്ക് കടന്നു വന്ന ദുരിതാനുഭവങ്ങളുടെ ജീവിതകഥയും എല്ലാം നല്ല മനസ്സുകൾ അറിയേണ്ടതാണ്. തീർച്ചയായിട്ടും നല്ലൊരു നമുക്ക് ജഗദീശ്വരൻ നല്ലൊരു ജീവിതം ഇനിയും തരും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ ബൈബിളിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തി 2 കഥ എഴുതിയിട്ടുണ്ട്. ഒന്ന് യേശുവിന്റെ അത്ഭുത പ്രവൃത്തികള്, ഒന്ന് സക്കായിയെ പറ്റി. അത് ശരി ശരി. അത് കർത്താവാമേശു എരികോവിലൂടെയായി കാൽനടയായി കടന്നു പോയിടുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനും സക്കായി എന്നു പേരുള്ളൊരു മനുഷ്യൻ. അങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് ശരി, വളരെ നന്നായിട്ടുണ്ട്. യേശുവിന്റെ അത്ഭുത പ്രവർത്തികളെ പറ്റി. അത്ഭുത പ്രവർത്തികൾ അല്ലേ. ചെറുതായിട്ട് ഞാൻ ഈ പ്രാവശ്യം അമ്പലത്തില് വില്ലടിച്ചാൻ പാട്ട് എനിക്കായിരുന്നു. അത് ശരി, വില്ലടിച്ചാൻ പാട്ടല്ലേ. അതിലൊക്കെ നമ്മള് പല കലാപരിപാടികൾ അവതരിപ്പിക്കാറുണ്ട് ചെറുതായിട്ട്. അപ്പം മേരി ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. മേരി ചേച്ചി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളെ ആസ്പദമാക്കിയിട്ടാണ് ഓരോന്ന് എഴുതാറുള്ളത് അല്ലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ, കാണിക്കാവുന്ന രീതിയിലോ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ? ഞാൻ ഈ KSEB പറ്റി KSEB. അപ്പൊ അവര് തൃപ്പൂണിത്തുറയിൽ വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ പാട്ട് എഴുതുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവരമ്മ അവരെ കൊണ്ട് ഒരു പാട്ട് എഴുതാൻ പറഞ്ഞു. അത് ശരി. അപ്പൊ ഞാൻ അവര് KSEB ജോലിക്കാരാണ്. അപ്പൊ അവരെ കൊണ്ട് പാട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അതെ. എന്തിനെ കുറിച്ചാണ് എഴുതിയിരിക്കണേ? ഈ പോസ്റ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടല്ലേ? അതില് ഇപ്പൊ ഈ നമ്മുടെ അടുത്ത് നിൽക്കണ ഈ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ ആയിട്ട് ബന്ധം കാണുമോ അതിനല്ലേ? അത് ശരി ശരി. അങ്ങനെ നമ്മുടെ ഇവിടെ വെളിച്ചം വന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റില്. അപ്പൊ ആ കവിതകളൊന്ന് ചൊല്ലാമോ? കവിത. മൂളിക്കട കമ്പി വലിക്കണ സാർമാരെ കണ്ടേ, മൂളിക്കട കമ്പി വലിക്കണ സാർമാരെ കണ്ടേ, സമ്മാനം തന്നു ഞങ്ങളെ സന്തോഷിപ്പിച്ചേ, സമ്മാനം തന്നു ഞങ്ങളെ സന്തോഷിപ്പിച്ചേ, ആഫീസിൽ ചെന്നാല് അവരാളാകെ മാറും, ആഫീസിൽ ചെന്നാല് അവരാളാകെ മാറും, കാക്കിക്കൂപ്പായവുമിട്ട് മഞ്ഞത്തൊപ്പിയും ധരിച്ച് സ്കൂട്ടറെ കയറിക്കൊണ്ട് അവരോട്ടം തുടങ്ങും, സ്കൂട്ടറെ കയറിക്കൊണ്ട് അവരോട്ടം തുടങ്ങും, നാടായ നാട്ടിക്കടേം പറമ്പായ പറമ്പിക്കടേം അരിവാള് തുമ്പത്തു കെട്ടിയ കോലും കണ്ടാണേ, അരിവാള് തുമ്പത്തു കെട്ടിയ കോലും കണ്ടാണേ, ആരോടും ചോദിക്കയില്ല എന്താന്ന് നോക്കുകയില്ല, കമ്പിയക്കട കാണുന്നതെല്ലാം ചെത്തിപ്പറിക്കും, കമ്പിയക്കട കാണുന്നതെല്ലാം ചെത്തിപ്പറിക്കും, പള്ളിയിലും അമ്പലത്തിലും വീടായ വീടുകളിലും ആഘോഷ സ്ഥലങ്ങളിലെല്ലാം വെട്ടം കൊടുക്കും, ആഘോഷ സ്ഥലങ്ങളിലെല്ലാം വെട്ടം കൊടുക്കും. ഇങ്ങനെ സ്വഭാവമുള്ളൊരു സാറുമാരുണ്ടോ, ഇങ്ങനെ സ്വഭാവമുള്ളൊരു സാറുമാരുണ്ടോ, പോറ്റേന്ന് വീട്ടിലേക്ക് ഒരു കമ്പി വലിക്കും, വീടിന്റെ ചുവരെ കൊണ്ടൊന്നൊരു തൂത്തറം വെക്കും, പോറ്റേന്ന് വീട്ടിലേക്ക് ഒരു കമ്പി വലിക്കും, വീടിന്റെ ചുവരെ കൊണ്ടൊന്നൊരു തൂത്തറം വെക്കും, യന്ത്രത്തിൽ തൂത്തറം വെക്കണ സാറുമാരാണേ, യന്ത്രത്തിൽ തൂത്തറം വെക്കണ സാറുമാരാണേ, യന്ത്രത്തിൽ തൂത്തറം വെക്കണ സാറുമാരാണേ, യന്ത്രത്തിൽ തൂത്തറം വെക്കണ സാറുമാരാണേ. അങ്ങനെ KSEB കുറിച്ച് ഒരു കവിത എഴുതി, വളരെ മനോഹരമാണ്.
അത് നമുക്ക് പ്രയോജനമായത് ഈ നമ്മുടെ വീടിന് മുമ്പിലുള്ള ഈ പോസ്റ്റാണല്ലേ. വളരെ നന്നായിട്ടുണ്ട്. എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടെയുള്ള തനി ഗ്രാമീണയായ ഈ എഴുത്തുകാരിയെ സമൂഹം തിരിച്ചറിയേണ്ടതാണ്. മലയോടും പാറയോടും ഒപ്പം അക്ഷരങ്ങളെ സ്നേഹിച്ച് കഴിയുകയാണ് അയ്യപ്പമുടിയിലെ ഈ സാഹിത്യകാരി.